ഹായ് ഫ്രണ്ട്സ്, ഇതിപ്പോൾ എങ്ങോട്ട് നോക്കിക്കാണി നിങ്ങൾ ഇത് എന്തുവാണെന്നുള്ളത്. മാഷാ അല്ലാ, ഇപ്പം നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തെ കടലിൽ നിന്ന് പിടിച്ചും കൊണ്ട് വന്നതാണ്. മറീന കടലിൽ നിന്ന് പിടിച്ചതാണ് ആമുറ്. നോക്കി, ഒരു ആമുറ് എത്ര ഉണ്ടെന്ന് നോക്കിക്കാണി. അబ్బോ, ഇത് നോക്കി, ഇത് കണ്ടോ? എനിക്കിത് കാണിക്കാൻ പറ്റുന്നില്ല എന്നെ കൊണ്ട്. കണ്ട ഒരു ആമുറ് എത്ര കിലോ ഉണ്ടെന്ന്, ഉയരുണ്ട് ഇതിന്. ഇവിടെ നിന്ന് കിടച്ചങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഓടയുണ്ട്. കണ്ടോ നിങ്ങൾ? 3 ആമുറുണ്ട്. ബിസ്മില്ല, നിങ്ങൾ കണ്ടോക്കിക്കണി. ഇത് 3 എണ്ണം ഉണ്ട്. കണ്ട 3 എണ്ണം. പിന്നെ അടുത്ത ഒരു മീഡിയം സൈസ് കണ്ടോ? അടുത്ത ഒരു മീഡിയം സൈസ്. ഇതൊരു വമ്പൻ ശ്രാഗ് കണക്കിരിക്കുന്നത്. കണ്ട നിങ്ങൾ കണ്ടോക്കിക്കണി. ഇതൊരു വമ്പൻ ശ്രാഗ് കണക്കുള്ള അത്രയും വലുപ്പം ഉള്ളത്. ബിസ്മില്ല, ഇതിവിടെ കിട മക്കളെ. നിങ്ങൾ കണ്ടോക്കിക്കണി. നിങ്ങൾ കണ്ടോ ഇതെന്താണെന്ന്? ഇത് മറ്റേ ബോസാണെങ്കിൽ എന്നിട്ട് വേറെ കുറച്ച് എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോ, ഇത് പൊളി പൊപ്പിളാപ്പി കേട്ടോ. ഇത് എപ്പോഴും മീൻ വന്നാലും ഈ രാത്രി ഷെഫുകൾ കിടന്നുറങ്ങിയാലും ഷെഫുകൾക്കാണ് ബുദ്ധിമുട്ട്. കണ്ടല്ലോ നിങ്ങൾ? പാതിരാത്രി ആയാലും കൊണ്ടുവന്നിട്ട് മീൻ വന്നേ എന്ന് വിളിക്കുന്നത് ഞങ്ങളെയാണ്. കണ്ടോ നിങ്ങൾ? ഇതാണ്. ഇതെന്തേര് അയലപ്പാര. അത് അയലപ്പാര. കണ്ടല്ലോ? അത് 3 പീസേ ഉണ്ട്. 3 അല്ല, വീണ്ടും ഒന്നുകൂടെ കിടക്കുന്നു. പാരമീൻ. നോക്കിക്കാണ്. ജഷ് എന്ന് പറയും, അറബിയിൽ ജഷ് എന്നാണ് ഇതിന് പറയുന്നത്. പിന്നെ ഇത് മക്കളും കുട്ടിയും തള്ളയായിട്ട് ഒരു സ്ഥലത്ത് കിടന്നതായിരിക്കും. നോക്കിക്കാണ്. ഇതെന്തോടെ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കാണടെ. ഇത് തള്ളയും മക്കളും പിന്നെ തന്തയായിട്ട് ഒരു സ്ഥലത്ത് കിടന്നതായിരിക്കും. ഇങ്ങനെ എല്ലാത്തിനെയും കൂടെ പൊക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നു. നോക്കുന്നടാ, ഇത് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുന്നു നോക്കുന്നടേ. നിങ്ങൾ ഈ എൻ്റെ പ്രേക്ഷകർ ഇതിലോട്ടൊന്ന് കണ്ടു നോക്കിക്കുന്നടേ. നോക്കിക്കാണി. ഇതൊന്ന് കണ്ടു നോക്കിക്കാണടെ. ഇത് ഇവർ 3 പേരും കൂടെ ഒരിടത്ത് കിടന്നതാണ്. അപ്പോൾ അതിനെ ഇങ്ങോട്ട് പൊക്കിക്കൊണ്ടു വന്നേക്കുന്നു. നോക്കി നിങ്ങൾ കണ്ട. എല്ലാവരും ഇഷ്ടപ്പെട്ടാലും ഇത് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. താങ്ക് യു ഫോർ വാച്ചിങ്.